ഒരുപാട് പേരുടെ ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരമായിട്ടാണോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. യെസ്, റെസിൻ പ്രൊഡക്റ്റ് ആണ്. ഫ്രാങ്ക്, ഞാൻ റെസിൻ പ്രൊഡക്ട്സിന്റെ ഇത്ര നാള് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ റെസിൻ മേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫൈനലി ഞാൻ ഓർത്ത് ഇത്രയധികം എൻക്വയറീസ് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഐ ഗിവ് എ ട്രൈ. ജസ്റ്റ് മേക്ക് ചെയ്തൊരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതല്ല. സോ പെൻഡൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത്. ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്റെ വെയിങ് മെഷീനിൽ ഞാൻ വോളിയം എടുത്തപ്പോൾ സെറ്റിംഗ്സ് 0 ആക്കാൻ മറന്നു. അങ്ങനെ എന്റെ ഫുൾ റെസിൻ പോയി മൊത്തം സ്റ്റിക്കി ആയിട്ട് എന്റെ മോൾഡ് സഹിതം കളയേണ്ടി വന്നു. സെക്കൻഡ് ടൈം ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഒരു കീ ചെയിൻ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തിക്നെസ് ആക്ച്വലി കുറഞ്ഞു പോയി. ഹാർഡനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നു, പക്ഷേ തിക്നെസ് കുറഞ്ഞു. അപ്പൊ ഞാൻ തേർഡ് ഒരു സാധനം ചെയ്ത് നോക്കി. തേർഡ് ചെയ്തത് എവിടെ യെസ്, തേർഡ് ചെയ്തതാ ഈ ഒരു ഇതൊരു ആക്ച്വലി ഒരു കീ ചെയിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ബേസ് ആണ്. ഫ്ലോസ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എന്റെ ഫ്ലോസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ, അങ്ങനെ ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോ ഐ ട്രൈ ടു ഡു എ കോസ്റ്റർ. ആ കോസ്റ്റർ ആണിത്. എപ്പോക്സി റെസിൻ വെച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മൾ നോർമലി UV റെസിനൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല എപ്പോക്സി റെസിൻ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ വന്നിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കമ്മിങ് വീഡിയോയിൽ.